എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്യാനുള്ള അവസരം നാളെ മുതൽ 12-ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 13-ാം തീയതിയും. അതിനുശേഷം ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 13-ാം തീയതി മുതൽ ജൂൺ 17-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 18-ാം തീയതിയും. കോളേജിൽ അഡ്മിഷൻ നേടാനുള്ള അവസരം എന്ന് പറയുന്നത് ഈ ഒരു 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 24-ാം തീയതിയാണ്. അതിനുശേഷം കോളേജിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുക 25-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ്. അതിനുശേഷം വിദ്യാർത്ഥികളെ ഈ വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കുന്നത് ഈ ഒരു ജൂലൈ 1-ാം തീയതിയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ഒരു മാൻഡറ്ററി ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ വിദ്യാർത്ഥികളാണ് അലോട്ട്മെൻറ്റിന് ശേഷം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോകുന്നത്, അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പരാജയപ്പെടുന്നത്, അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. അതുപോലെ വിദ്യാർത്ഥികൾക്ക് കോളേജ് ജോയിനിങ് ആരംഭിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുന്ന സമയത്ത് ഒറിജിനൽ ഡോക്യുമെൻസും അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങൾ, അതായത് എന്തൊക്കെ റിസർവേഷനുകൾ ഉണ്ട് അത് തെളിയിക്കുന്നതിന് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ നൽകിയപ്പോൾ നൽകിയ എല്ലാവിധ ഡോക്യുമെൻറ്റുകളുടെയും ഒറിജിനൽ അഡ്മിഷൻ ടൈമിൽ വിദ്യാർത്ഥികൾ കോളേജിൽ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ അതായത് കോളേജിൽ അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് claims that are not mentioned in the application form during admission time will not be, അതായത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം നൽകുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും റിസർവേഷനുകൾ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ പരിഗണിക്കുള്ളൂ. അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകുന്ന ആ ഒരു അവകാശവാദങ്ങൾ പരിഗണിക്കില്ല എന്നാണ്. അതായത് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും ഇന്ന ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്ന ആ ഒരു കാര്യങ്ങൾ പരിഗണിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വിദ്യാർത്ഥികൾ ചിലപ്പോൾ അപേക്ഷ നൽകുന്ന സമയത്ത് വിട്ടുപോയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്തെങ്കിലും ഉണ്ടാകും, അത് പിന്നീട് കൺസിഡർ ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കാൻഡിഡേറ്റ്സ് ഹു സാറ്റിസ്ഫൈഡ് ദ അലോട്ട്മെൻറ്റ് സീറ്റ് കമ്പൽസറി, അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ അതുപോലെ സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്, ഹയർ ഓപ്ഷൻസ് ഒന്നും നോക്കുന്നില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ആ ഒരു സീറ്റ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യുകയും അതിനുശേഷം ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് വരുന്ന അതായത് അഡ്മിഷൻ ഫീസ്, അതായത് ഓൺലൈൻ മോഡ് വഴി വിദ്യാർത്ഥികൾ അടക്കേണ്ട ഫീസാണ്. അപ്പോൾ നിങ്ങൾ HSC, VHSC, CBSE, ICSE വിദ്യാർത്ഥികളിൽ SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 930 രൂപയാണ് മാൻഡറ്ററി ഫീസ് വരുന്നത്. അതുപോലെ തന്നെ അതായത് അഡ്മിഷൻ ഫീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് 1850 രൂപയാണ് ഫീസായിട്ട് നിങ്ങൾക്ക് അടക്കേണ്ടതായിട്ട് വരിക. അതുപോലെ NIOS അതുപോലെ അതർ സ്റ്റേറ്റ് ബോർഡ് കാൻഡിഡേറ്റ്സിന് SC ST വിദ്യാർത്ഥികൾക്ക് 720 രൂപയാണ് ഫീസായിട്ട് വരിക. അതർ കാൻഡിഡേറ്റ്സിന് 1640 രൂപയാണ് ഫീസായിട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പർ ഉൾപ്പെടെ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.